നമസ്കാരം, ന്യൂസ് സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഫിറോസ്. പ്രധാന വാർത്തകൾ. SNDP യോഗം 244 നമ്പർ പുന്നപ്ര പടിഞ്ഞാറ് ശാഖ ഗുരുധർമ്മ പ്രചാരണ സഭയുടെ ആഭിമുഖ്യത്തിൽ ശ്രീനാരായണ ഗുരുദേവന്റെ പഞ്ചലോഹ വിഗ്രഹ പ്രതിഷ്ഠ നടത്തി. വർക്കല ശിവഗിരി മഠം സ്വാമി ബ്രഹ്മശ്രീ ശിവസ്വരൂപാനന്ദ പ്രതിഷ്ഠാകർമ്മവും അനുഗ്രഹ പ്രഭാഷണവും നടത്തി. H. സലാം MLA പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തു. മെയ് 5 ലോക കരശുചിത്വ ദിനാചരണ ദിനത്തിന്റെ ഭാഗമായി ബോധവൽക്കരണ ക്ലാസും ഫ്ലാഷ് മോബും സംഘടിപ്പിച്ചു. കരശുചിത്വത്തിന്റെ ശക്തി എന്നതാണ് ഈ വർഷത്തെ സന്ദേശം. ആലപ്പുഴ വനിതാ ശിശു ആശുപത്രി അങ്കണത്തിൽ സംഘടിപ്പിച്ച പരിപാടി ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ KK ദീപ്തി ഉദ്ഘാടനം ചെയ്തു. സർക്കാർ സബ്സിഡിയോടെ സോളാർ പ്ലാന്റ് സ്ഥാപിക്കുന്നതിന് ആലപ്പുഴ ഗവൺമെന്റ് സർവന്റ് സഹകരണ ബാങ്കിന്റെ വായ്പാ പദ്ധതിക്ക് തുടക്കമായി. അമ്പലപ്പുഴ MLA H. സലാം വായ്പാ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. സിവിൽ സർവീസസ് പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ അമ്പലപ്പുഴ സ്വദേശിനി പാർവതി ഗോപകുമാറിന് ആദരവ് നൽകി. ആലപ്പുഴ കളക്ടറേറ്റിലെ സ്റ്റാഫ് കൗൺസിലിന്റെ നേതൃത്വത്തിലാണ് ആദരിക്കൽ ചടങ്ങ് സംഘടിപ്പിച്ചത്. വാർത്തകൾ വിശദമായി. SNDP യോഗം 244 നമ്പർ പുന്നപ്ര പടിഞ്ഞാറ് ശാഖ ഗുരുധർമ്മ പ്രചാരണ സഭയുടെ ആഭിമുഖ്യത്തിൽ ശ്രീനാരായണ ഗുരുദേവന്റെ പഞ്ചലോഹ വിഗ്രഹ പ്രതിഷ്ഠ നടത്തി. വർക്കല ശിവഗിരി മഠം സ്വാമി ബ്രഹ്മശ്രീ ശിവസ്വരൂപാനന്ദ പ്രതിഷ്ഠാകർമ്മവും അനുഗ്രഹ പ്രഭാഷണവും നടത്തി. SNDP യോഗം 244 നമ്പർ പുന്നപ്ര പടിഞ്ഞാറ് ശാഖ ഗുരുധർമ്മ പ്രചാരണ സഭയുടെ ആഭിമുഖ്യത്തിൽ ശ്രീനാരായണ ഗുരുവിന്റെ പഞ്ചലോഹ വിഗ്രഹ പ്രതിഷ്ഠ നടത്തി. വർക്കല ശിവഗിരി മഠം സ്വാമി ബ്രഹ്മശ്രീ ശിവസ്വരൂപാനന്ദ പ്രതിഷ്ഠാകർമ്മവും അനുഗ്രഹ പ്രഭാഷണവും നടത്തി. അമ്പലപ്പുഴ MLA H. സലാം പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തു. നമ്മൾ ജീവിക്കുന്ന കേരളത്തിൽ ഗുരുദേവന്റെ വെളിച്ചം അത്രമാത്രമാണ് എന്ന കാര്യം നമുക്കെല്ലാം പൊതുവറിയാം. അത് ഗുരുദേവ ദർശനത്തെ കുറിച്ചും ചരിത്രത്തെ കുറിച്ചും എല്ലാം വായിക്കുന്നവർക്ക് പഠിക്കുന്നവർക്കെല്ലാം കൃത്യമായിട്ടറിയാം. ഏതെങ്കിലും ഒരു പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ടവർക്കോ ജാതി വിഭാഗത്തിൽപ്പെട്ടവരെ മാത്രം ആകർഷിച്ചുകൊണ്ടാണ് ഗുരുദേവന്റെ ദർശനം ചെയ്യുന്നത്. എല്ലാ വിഭാഗത്തിൽപ്പെടുന്ന മനുഷ്യർക്ക് മനുഷ്യൻ എന്ന നിലയിലുള്ള എങ്ങനെയെല്ലാം നമ്മൾ മനുഷ്യർ മാറണം, എത്രമാത്രം നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ ജീവിതത്തിൽ മനുഷ്യത്വത്തിന് അംശങ്ങൾ ഉണ്ടാകണം എന്ന കൃത്യമായ പാഠം നമ്മുടെ സമൂഹത്തിൽ. ഗുരുധർമ്മ പ്രചാരണ സഭാ പ്രസിഡന്റ് K. ഗോപി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. SNDP അമ്പലപ്പുഴ യൂണിയൻ പ്രസിഡന്റ് P. ഹരിദാസ് ഗുരുമന്ദിര സമർപ്പണവും യൂണിയൻ സെക്രട്ടറി KN പ്രേമാനന്ദൻ ഗുരുദേവ വിഗ്രഹ സമർപ്പണവും 244 നമ്പർ ശാഖാ ചെയർമാൻ KM രവീന്ദ്രൻ നടപ്പന്തൽ സമർപ്പണവും നടത്തി. ശാഖാ കൺവീനർ KP പ്രദീപ് കുമാർ, 245 നമ്പർ ശാഖാ സെക്രട്ടറി ഷാജി ഭാസ്കരൻ, അറവുകാട് ക്ഷേത്രയോഗം പ്രസിഡന്റ് S. കിഷോർ കുമാർ, D. സുരേഷ്, D. അഖിലാനന്ദൻ, അബ്ദുൾ റഷീദ്, UKD വിദ്യാലയം പ്രിൻസിപ്പൽ D. ഉണ്ണികൃഷ്ണൻ, ബ്രദർ മാത്യു ആൽബിൻ, R. സതീശൻ തുടങ്ങിയവർ സംസാരിച്ചു. GDPS സെക്രട്ടറി P. ഷാജിമോൻ ചടങ്ങിന് സ്വാഗതം പറഞ്ഞു. മെയ് 5 ലോക കരശുചിത്വ ദിനാചരണ ദിനത്തിന്റെ ഭാഗമായി ബോധവൽക്കരണ ക്ലാസും ഫ്ലാഷ് മോബും സംഘടിപ്പിച്ചു. കരശുചിത്വത്തിന്റെ ശക്തി എന്നതാണ് ഈ വർഷത്തെ സന്ദേശം. ആലപ്പുഴ വനിതാ ശിശു ആശുപത്രി അങ്കണത്തിൽ സംഘടിപ്പിച്ച പരിപാടി ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ KK ദീപ്തി ഉദ്ഘാടനം ചെയ്തു. മെയ് 5 ലോക കരശുചിത്വ ദിനാചരണ ദിനത്തിന്റെ ഭാഗമായി ബോധവൽക്കരണ ക്ലാസും ഫ്ലാഷ് മോബും സംഘടിപ്പിച്ചു. കരശുചിത്വത്തിന്റെ ശക്തി എന്ന സന്ദേശവുമായി ആലപ്പുഴ വനിതാ ശിശു ആശുപത്രിയുടെ ആഭിമുഖ്യത്തിലാണ് ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചത്. വനിതാ ശിശു ആശുപത്രി അങ്കണത്തിൽ നടത്തിയ പരിപാടി ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ KK ദീപ്തി ഉദ്ഘാടനം ചെയ്തു. ഇതുപോലെ തന്നെയാണ് ഈ കൈകളുടെ പ്രാധാന്യം. നമ്മൾ വളരെ ചെറിയ കാര്യം എന്ന് വെച്ചിട്ട് ഉപേക്ഷിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ നമുക്ക് വളരെയധികം ഗെയിൻ തരുന്ന വലിയൊരു തുച്ഛമായ ഒരു സാധനം, ഒരു നഷ്ടവും നമുക്കില്ല, പക്ഷെ നമുക്ക് ഒരുപാട് ഗുണങ്ങൾ തരുന്നതാണ്. അപ്പൊ എല്ലാവരും ദയവ് വിചാരിച്ചിട്ട് ഇന്നത്തെ ഒരു മെസ്സേജ് നിങ്ങളുടെ സ്റ്റാറ്റസ് ആയിട്ടും നിങ്ങളുടെ വാട്സാപ്പ് ഗ്രൂപ്പുകളിലും ഒക്കെ ഒന്ന് പ്രതികരിക്കുക. നേരത്തെ ജയകൃഷ്ണൻ പറഞ്ഞതുപോലെ ഈ ആശുപത്രിയിലെ ഏറ്റവും പ്രൈം പേഴ്സൺസ് എന്ന് പറയുന്ന 2 പേരാണ് നിങ്ങൾക്ക് അഭിമുഖമായിട്ടുള്ളത്. ഒന്ന് ഞങ്ങളുടെ പ്രിയപ്പെട്ട പുഷ് മാഡം, ഒന്ന് ഡോക്ടർ ശാന്തി മാഡം. ഇവർ 2 പേരും ശരിക്കും പറഞ്ഞാൽ എത്രയോ തിരക്കുള്ള ആളുകളാണ്. അപ്പൊ എന്നിട്ടും അവർ ഈ വിഷയത്തിന്റെ പ്രാധാന്യം കണക്കിലെടുത്ത് നമ്മളോട് അങ്ങനെ സംസാരിക്കാൻ സമ്മതിച്ചിട്ടുണ്ട്. RMO ഡോക്ടർ പ്രതീക്ഷ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ആശുപത്രി ഡെപ്യൂട്ടി സൂപ്രണ്ട് ഡോക്ടർ PS ശ്യാമമോൾ മുഖ്യാതിഥിയായി. ഡോക്ടർ പുഷ്പ, ഡോക്ടർ ശാന്തി എന്നിവർ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു.
നിസ്സാരമായി ചെയ്യാൻ കഴിയുന്ന എന്നാൽ ഏറ്റവും ഫലപ്രദമായ രോഗപ്രതിരോധ മാർഗമാണ് ശരിയായ കൈകഴുകലെന്ന് ബോധവൽക്കരണ ക്ലാസ്സിൽ അഭിപ്രായപ്പെട്ടു. നഴ്സിംഗ് സൂപ്രണ്ട് SM ബിന്ദു രാജേഷ് ചടങ്ങിൽ സംബന്ധിച്ചു. ഹെൽത്ത് ഇൻസ്പെക്ടർ S ജയകൃഷ്ണൻ സ്വാഗതവും നഴ്സിംഗ് ഓഫീസർ ബിസ്മി സുനീർ നന്ദിയും പറഞ്ഞു. ബോധവൽക്കരണ ക്ലാസ്സിനെ തുടർന്ന് വനിതാ ശിശു ആശുപത്രിയിലെ നഴ്സിംഗ് വിഭാഗത്തിന്റെയും പത്തനംതിട്ട SME നഴ്സിംഗ് കോളേജിലെ വിദ്യാർത്ഥികളുടെയും നേതൃത്വത്തിൽ നടത്തിയ കരശുചിത്വ ബോധവൽക്കരണ ഫ്ലാഷ് മോബും ഏറെ ജനശ്രദ്ധ പിടിച്ചുപറ്റി. സർക്കാർ സബ്സിഡിയോടെ സോളാർ പ്ലാന്റ് സ്ഥാപിക്കുന്നതിന് ആലപ്പുഴ ഗവൺമെന്റ് സർവന്റ് സഹകരണ ബാങ്കിന്റെ വായ്പാ പദ്ധതിക്ക് തുടക്കമായി. അമ്പലപ്പുഴ MLA H സലാം പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. സർക്കാർ സബ്സിഡിയോടെ സോളാർ പ്ലാന്റ് സ്ഥാപിക്കുന്നതിന് ആലപ്പുഴ ഗവൺമെന്റ് സർവീസ് സഹകരണ ബാങ്കിന്റെ വായ്പാ പദ്ധതിക്ക് തുടക്കമായി. ഊർജ്ജ പ്രതിസന്ധിക്ക് പരിഹാരം കാണാൻ കുറഞ്ഞ ചെലവിൽ സോളാർ പ്ലാന്റ് സ്ഥാപിക്കുന്നതിനായി ആരംഭിച്ച സൗരജ്യോതി വായ്പാ മേള അമ്പലപ്പുഴ MLA H സലാം ഉദ്ഘാടനം ചെയ്തു. പരിഹാരം പലതരത്തിലേക്കുള്ള വൈദ്യുതി ഉൽപാദന മേഖലയിലേക്ക് സമൂഹം വരിക എന്നുള്ളതാണ്. നമ്മുടെ കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന നമുക്ക് ആവശ്യമായതിന്റെ ഒരു ചെറിയ അളവ് മാത്രമേ കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുള്ളൂ. വൈദ്യുതി കേരളത്തിന്റെ ഉൽപാദനത്തിന്റെ ആകെ പലതരത്തിലേക്കുള്ള സോഴ്സ് നോക്കിയാൽ സോളാർ ഉപയോഗിച്ചുള്ള വൈദ്യുതി ഉൽപാദനം അല്ലെങ്കിൽ കാറ്റിൽ നിന്നുള്ള വൈദ്യുതി ഉൽപാദനമൊക്കെ നോക്കിയാൽ കേരളത്തിൽ വളരെ വളരെ പരിമിതമാണ്. ജലവൈദ്യുത പദ്ധതിയാണ് പ്രധാനമായും. പിന്നെ നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്ന വൈദ്യുതിയാണ് കേരളം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനാൽ കൂടിയ വിലയ്ക്ക് വാങ്ങിയിട്ട് ഉപയോഗിക്കേണ്ട സാഹചര്യമാണ് വരുന്നത്. ബാങ്കിന്റെ ഹെഡ് ഓഫീസ് അങ്കണത്തിൽ ചേർന്ന സമ്മേളനത്തിൽ പ്രസിഡന്റ് ജിജോ ജോസഫ് അധ്യക്ഷനായി. സഹകരണ അസിസ്റ്റന്റ് രജിസ്ട്രാർ VC അനിൽകുമാർ, സഹകരണ അസിസ്റ്റന്റ് രജിസ്ട്രാർ പ്ലാനിംഗ് OJ ഷിബു, ഭരണസമിതി അംഗങ്ങളായ K ഇന്ദിര, P സുശീല, J ജോളിക്കുട്ടൻ, PTCB, R സതീഷ് കൃഷ്ണ, ബാങ്ക് സെക്രട്ടറി R ശ്രീകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ബാങ്ക് വൈസ് പ്രസിഡന്റ് PS സുമേഷ് ചടങ്ങിന് സ്വാഗതം പറഞ്ഞു. സിവിൽ സർവീസ് പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ അമ്പലപ്പുഴ സ്വദേശിനി പാർവതി ഗോപകുമാറിന് ആദരവ് നൽകി. ആലപ്പുഴ കളക്ടറേറ്റിലെ സ്റ്റാഫ് കൗൺസിലിന്റെ നേതൃത്വത്തിലാണ് ആദരിക്കൽ ചടങ്ങ് സംഘടിപ്പിച്ചത്. സിവിൽ സർവീസസ് പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ ആലപ്പുഴ കളക്ടറേറ്റിലെ ഡെപ്യൂട്ടി തഹസിൽദാർ ഗോപകുമാറിന്റെ മകൾ പാർവതി ഗോപകുമാറിന് സ്റ്റാഫ് കൗൺസിലിന്റെ അനുമോദനം നൽകി. കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന ചടങ്ങിൽ ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് ഉപഹാരം സമ്മാനിച്ചു. അമ്പലപ്പുഴ അമ്പാടിയിൽ ഗോപകുമാർ ശ്രീലത S നായർ ദമ്പതിമാരുടെ മകളാണ് പാർവതി. ചടങ്ങിൽ ADM വിനോദ് രാജ് അധ്യക്ഷത വഹിച്ചു. ഫിനാൻസ് ഓഫീസർ രാജിത, ഹുസൂർ ശിരസ്ദാർ പ്രീത പ്രതാപൻ, T രഞ്ജിത്ത്, വിജയകുമാർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ഇന്ത്യൻ ജനാധിപത്യത്തിന് ഏകാധിപത്യ ഭാവങ്ങൾ കൈവരുന്ന ആധുനിക കാലത്ത് പുതിയ കുഞ്ചൻ നമ്പ്യാർമാർ പിറവിക്കൊള്ളണമെന്ന് H സലാം MLA അഭിപ്രായപ്പെട്ടു. കുഞ്ചൻ നമ്പ്യാർ സ്മാരക സമിതി സംഘടിപ്പിച്ച കുഞ്ചൻ ദിനാഘോഷത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു MLA. ഇന്ത്യൻ ജനാധിപത്യത്തിന് ഏകാധിപത്യ ഭാവങ്ങൾ കൈവരുന്ന ആധുനിക കാലത്ത് പുതിയ കുഞ്ചൻ നമ്പ്യാർമാർ പിറവികൊള്ളണമെന്ന് H സലാം MLA അഭിപ്രായപ്പെട്ടു. രാജഭരണത്തിനെതിരെ ശബ്ദിക്കാനാകാത്ത കാലത്തും തുള്ളൽ സാഹിത്യത്തിലൂടെ അധികാര കേന്ദ്രങ്ങളെ നിശിത വിമർശനം കൊണ്ട് പ്രതിരോധിച്ച ജനകീയ കവിയായിരുന്നു കുഞ്ചൻ നമ്പ്യാർ. സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിലൂടെ തുള്ളൽ സാഹിത്യത്തെ അദ്ദേഹം സമകാലികമാക്കിയെന്നും H സലാം കൂട്ടിച്ചേർത്തു. അമ്പലപ്പുഴ കുഞ്ചൻ നമ്പ്യാർ സ്മാരക സമിതി സംഘടിപ്പിച്ച കുഞ്ചൻ ദിനാഘോഷം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു H സലാം MLA. നമ്പ്യാരുടെ തുള്ളൽ കൃതികളെ കുറിച്ച് നമ്മൾ പരിശോധിക്കപ്പെട്ട കാണുന്ന പ്രത്യേകത ഏറ്റവും സാധാരണക്കാരായ മനുഷ്യന്റെ മനസ്സിലേക്കും അത് സന്നിവേശിപ്പിക്കാൻ കഴിഞ്ഞ ഒരു പ്രാഗൽഭ്യം.
ഒരു ബിരുദം അദ്ദേഹത്തിന്റെ ഭാഷയുടെയും വാക്കിന്റെയും വിന്യാസത്തിൽ കാണാം, ആ ആവിഷ്കാരത്തിൽ നിശ്ചയമായിട്ട് കാണാൻ കഴിയുന്നു എന്നുള്ളതാണ്. അതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിന്റെ കഥാപാത്രങ്ങളോ പശ്ചാത്തലമോ നോക്കിയാൽ പലപ്പോഴും പുരാണത്തിന്റെയോ അല്ലെങ്കിൽ ഐതിഹ്യങ്ങളുമായി ബന്ധപ്പെട്ടതോ അല്ലെങ്കിൽ ആ സന്ദർഭത്തെ ചരിത്രവുമായി ബന്ധപ്പെട്ടതൊക്കെ ആയിരിക്കാം. കുഞ്ചൻ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയ്ക്ക് ശേഷം ചേർന്ന ദിനാചരണ സമ്മേളനത്തിൽ സ്മാരക സമിതി ചെയർമാൻ പ്രൊഫസർ എൻ ഗോപിനാഥപിള്ള അധ്യക്ഷത വഹിച്ചു. പാലക്കാട് വിക്ടോറിയ കോളേജിലെ റിട്ടയർഡ് പ്രൊഫസർ ഡോക്ടർ ഡി ബിന്ദു കുഞ്ചൻ നമ്പ്യാർ കവിതയിലെ സ്ത്രീ എന്ന വിഷയത്തിൽ സാഹിത്യ പ്രഭാഷണം നടത്തി. കൈനഗിരി സുരേന്ദ്രൻ, അലിയാറമ്മ കീൽ, അഡ്വക്കേറ്റ് ഷീബ രാഗേഷ്, ശോഭ ബാലൻ, ജി വേണുലാൽ, കെ ബി അജയ്കുമാർ, മുഞ്ഞനാട് രാമചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. കുഞ്ചൻ നമ്പ്യാർ സ്മാരക സമിതി സെക്രട്ടറി എസ് പ്രദീപ് ചടങ്ങിന് സ്വാഗതം പറഞ്ഞു. യോഗത്തെ തുടർന്ന് ദേവജ വർമ്മ, ദേവിജ വർമ്മ, അഞ്ജന മധു എന്നിവരുടെ കുഞ്ചൻ നമ്പ്യാർ കവിതാലാപനവും അമ്പലപ്പുഴ സുരേഷ് വർമ്മയുടെ ഓട്ടൻതുള്ളലും വേദിയിൽ അരങ്ങേറി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. SNDP യോഗം 244 നമ്പർ പുന്നപ്ര പടിഞ്ഞാറ് ശാഖ ഗുരുധർമ്മ പ്രചാരണ സഭയുടെ ആഭിമുഖ്യത്തിൽ ശ്രീനാരായണ ഗുരുദേവന്റെ പഞ്ചലോഹ വിഗ്രഹ പ്രതിഷ്ഠ നടത്തി. വർക്കല ശിവഗിരി മഠം സ്വാമി ബ്രഹ്മശ്രീ ശിവസ്വരൂപാനന്ദ പ്രതിഷ്ഠാകർമ്മവും അനുഗ്രഹ പ്രഭാഷണവും നടത്തി. H. സലാം MLA പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തു. മെയ് 5 ലോക കരശുചിത്വ ദിനാചരണ ദിനത്തിന്റെ ഭാഗമായി ബോധവൽക്കരണ ക്ലാസും ഫ്ലാഷ് മോബും സംഘടിപ്പിച്ചു. കരശുചിത്വത്തിന്റെ ശക്തി എന്നതാണ് ഈ വർഷത്തെ സന്ദേശം. ആലപ്പുഴ വനിതാ ശിശു ആശുപത്രി അങ്കണത്തിൽ സംഘടിപ്പിച്ച പരിപാടി ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ KK ദീപ്തി ഉദ്ഘാടനം ചെയ്തു. സർക്കാർ സബ്സിഡിയോടെ സോളാർ പ്ലാന്റ് സ്ഥാപിക്കുന്നതിന് ആലപ്പുഴ ഗവൺമെന്റ് സർവന്റ് സഹകരണ ബാങ്കിന്റെ വായ്പാ പദ്ധതിക്ക് തുടക്കമായി. അമ്പലപ്പുഴ MLA H. സലാം വായ്പാ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. സിവിൽ സർവീസസ് പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ അമ്പലപ്പുഴ സ്വദേശിനി പാർവതി ഗോപകുമാറിന് ആദരവ് നൽകി. ആലപ്പുഴ കളക്ടറേറ്റിലെ സ്റ്റാഫ് കൗൺസിലിന്റെ നേതൃത്വത്തിലാണ് ആദരിക്കൽ ചടങ്ങ് സംഘടിപ്പിച്ചത്. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.